ശ്രീമന്നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ശ്ലോകം 3. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണേ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര. ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഭാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. വിരാട് പുരുഷന്റെ ആ രൂപം ഇവിടെ വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണ് എന്നിവിടെ പറയുകയാണ്. 14 ലോകങ്ങളും ഇവിടെ ഭഗവാന്റെ ആ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞു. ഇനി 14 ലോകങ്ങളിൽ ഇവിടെ കുറച്ചും കൂടെ ഇനി ഇതിൽ പറയുകയാണ്. ബാക്കിയുള്ളതും കൂടി ഇതിൽ പറയുകയാണ്. ഇനി എന്തൊക്കെയാ പറയണത്? തവ ഗ്രീവ മഹ, നിന്തിരിവടിയുടെ ഗ്രീവ കഴുത്ത്, മഹ മഹർലോകവും, മുഖം ജന മുഖം ജനലോകവും. തവ ഗ്രീവ മഹ മുഖം ച ജന, ഇവിടെ നിന്തിരിവടിയുടെ കഴുത്ത് മഹർലോകവും മുഖം ജനലോകവും. ഭാലം തു തപ, നെറ്റിത്തടമാകട്ടെ തപോലോകവും. സമസ്തമയസ്യ, സർവസ്വരൂപനായ തവ ശിര, അവിടുത്തെ ശിരസ്, സത്യലോകവും സത്യം സത്യലോകവും ആകുന്നു. ഇപ്പൊ ജഗത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ രൂപമാണ് ഭഗവാൻ വിരാട് സ്വരൂപമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഭഗവാന്റെ തലാതലം സുതലം വിതലം മതലം എങ്ങനെയുള്ള ഭൂലോകം മുതൽക്കുള്ള 7 എണ്ണം ഊർധ്വലോകമായിട്ട് പറയണം. ഇവിടെ ഇപ്പൊ ഭഗവാന്റെ കഴുത്ത് മഹർലോകവും മുഖം ജനലോകവും നെറ്റിത്തടം തപോലോകവും അതുപോലെ അവിടുത്തെ ശിരസ് സത്യലോകവും ആണ് എന്ന് പറഞ്ഞു. ഹേ ജഗന്മയ തനോ ഭഗവൻ, അല്ലയോ ജഗത് രൂപമായിട്ടുള്ള പ്രപഞ്ചരൂപമായിട്ടുള്ള ശരീരത്തോടുകൂടിയ ഭഗവാനെ. ഏവം ഇപ്രകാരം ജഗദാശ്രിതൈ, ലോകത്തിലുള്ള അന്യൈ അഭി മറ്റു വസ്തുക്കളാലും, നിബദ്ധവപുഷേ കൽപ്പിക്കപ്പെട്ട ശരീരത്തോടുകൂടിയ, തേ നമ നിന്തിരുവടിക്ക് നമസ്കാരം. ഇനി ഭഗവാന്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഈ പ്രപഞ്ചത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളുമായിട്ടും മറ്റുള്ള വസ്തുക്കളായിട്ടും പറയുകയാണ്. ഇപ്പോൾ 14 ലോകങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഭഗവാന്റെ ശരീരഭാഗങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റുള്ള വസ്തുക്കളായിട്ടാണ് പറയാൻ പോകുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.